മെട്രോയിൽ ക്യാഷ്ലെസ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം തുടങ്ങി. UPI വഴി പണമടച്ചാൽ വെൻഡിംഗ് മെഷീൻ വഴി ഇനി ടിക്കറ്റ് എടുക്കാൻ സാധിക്കുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാൻ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റുകയാണ് കൊച്ചി മെട്രോയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. യാത്രക്കാർക്ക് കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ UPI വഴി പേയ്മെന്റ് നൽകി പേപ്പർ ടിക്കറ്റ് എടുക്കാൻ സൗകര്യം നൽകുന്ന ടിക്കറ്റ് വെൻഡിംഗ് മെഷീനാണ് കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ പ്രവർത്തനം തുടങ്ങിയത്. JNL സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ചുരുക്കം ചില മെട്രോകളിൽ മാത്രമാണ് വെൻഡിംഗ് മെഷീനിൽ UPI ബന്ധിപ്പിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് വരാൻ ഇപ്പോൾ മറ്റ് നിരവധി സംവിധാനങ്ങളും കൊച്ചി മെട്രോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റുകയാണ് കൊച്ചി മെട്രോയുടെ ലക്ഷ്യമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. പ്രവർത്തനം ഇങ്ങനെയാണ്: കൊച്ചി വൺ മൊബൈൽ ആപ്പ്, വാട്സ്ആപ്പ്, ഗൂഗിൾ വാലറ്റ് എന്നിവ വഴിയും പേടിഎം, ഫോൺപേ, റെഡ് ബസ്, ടുമാർക്ക്, യാത്രി, ഈസി മൈ ട്രിപ്പ്, ടെലിഗ്രാം, കേരള സവാരി തുടങ്ങിയവ വഴിയും ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം. വാട്സ്ആപ്പ്, ഗൂഗിൾ വാലറ്റ് അധിഷ്ഠിത ടിക്കറ്റിംഗ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. വെൻഡിംഗ് മെഷീനിൽ യാത്ര ചെയ്യേണ്ട സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക. ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നൽകുക. പണം അടച്ചും ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. പേയ്മെന്റ് നൽകിയാൽ ഉടൻ ടിക്കറ്റ് ലഭിക്കും. ഭിന്നശേഷി സൗഹൃദ യന്ത്രമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ 5 സ്റ്റേഷനുകൾ അടുത്ത വർഷം സർവീസ് തുടങ്ങുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അറിയിച്ചു. കാക്കനാട് റൂട്ടിൽ അടുത്ത വർഷം ജൂൺ 30-ന് സർവീസ് തുടങ്ങുകയാണ് ലക്ഷ്യമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. അവശേഷിക്കുന്ന 5 സ്റ്റേഷനുകൾ അടുത്ത ഡിസംബറിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം ഘട്ടമായ പാലാരിവട്ടം, കാക്കനാട് റൂട്ടിലെ 5 സ്റ്റേഷനുകൾ ആദ്യം പൂർത്തിയാക്കും. പ്രതികൂലമായ കാലാവസ്ഥയും പൈപ്പ് ലൈനുകൾ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും കാക്കനാടേക്കുള്ള മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നാണ് ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്രതീക്ഷിതമായ തടസ്സങ്ങളാണ് പ്രവർത്തനങ്ങളെ വൈകിപ്പിച്ചത്. എന്നാൽ ഈ കാലതാമസം പരമാവധി കുറച്ചുകൊണ്ടുവരാൻ കഴിയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കാക്കനാട് റൂട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമായുള്ള ഗതാഗതക്കുരുക്ക് പരമാവധി കുറയ്ക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ഗതാഗതം സുഗമമാക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസുമായി സഹകരിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും ബെഹ്റ വ്യക്തമാക്കി.